കിഴക്കൻ മലയോര മേഖലയിലുണ്ടായ ശക്തമായ മഴയും ഉരുൾപൊട്ടലും കാരണം പമ്പാ നദി കരകവിഞ്ഞൊഴുകിയത് കുട്ടനാട് അപ്പർ കുട്ടനാട് മേഖലയിലെ ജനങ്ങളെ ആശങ്കയിലാഴ്ത്തി. പമ്പാ നദിയിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്ന നിലയിലാണ്. പല സ്ഥലങ്ങളിലും ജനവാസ മേഖലയിൽ വലിയ വെള്ളക്കെട്ട് ഉണ്ടായിരിക്കുകയാണ്. കിഴക്കൻ മലയോര മേഖലയിൽ പെയ്ത ശക്തമായ മഴയും ഉരുൾപൊട്ടലും കാരണം പമ്പാ നദി കരകവിഞ്ഞൊഴുകിയത് ജനങ്ങളെ ആശങ്കയിലാഴ്ത്തി. കുട്ടനാട് അപ്പർ കുട്ടനാട് മേഖലയിലുള്ളവരാണ് ആശങ്കയിലായത്. വെള്ളിയാഴ്ച രാത്രിയിലുണ്ടായ ശക്തമായ മഴയിൽ പത്തനംതിട്ട ജില്ലയിലെ കിഴക്കൻ മലയോര മേഖലയിൽ ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും വ്യാപകമായ പശ്ചാത്തലത്തിൽ പമ്പാ നദിയിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നിരുന്നു. പത്തനംതിട്ടയിലെ ഒട്ടുമിക്ക ടൗണുകളിലും 2.5 മീറ്ററിലേറെ വെള്ളം ഉയർന്നിരുന്നു. ഒറ്റ മഴയിൽ തന്നെ കച്ചവട സ്ഥാപനങ്ങളും വീടുകളും വെള്ളത്തിൽ മുങ്ങിയതോടെ കുട്ടനാട്ടുകാരും അപ്പർ കുട്ടനാട്ടുകാരും കനത്ത ആശങ്കയിലായി. 2018 പ്രളയം വീണ്ടും ആവർത്തിക്കുമോ എന്നതായിരുന്നു ഭയം. വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ അപ്പർ കുട്ടനാട്ടിലെ തലവടി പ്രദേശം കഴിഞ്ഞ ദിവസം വൈകിട്ടോടെ തന്നെ വെള്ളത്തിൽ മുങ്ങിയിരുന്നു. രാത്രിയോടെ തലവടി ഗ്രാമപഞ്ചായത്ത് 7-ാം വാർഡിലെ കുന്നുമാടി കുതിരച്ചാൽ ഉന്നതിയിലെ വീടുകളിൽ വെള്ളം കയറി തുടങ്ങി. പത്തനംതിട്ട മേഖലയിൽ വെള്ളം ക്രമാതീതമായി ഉയരുന്ന വിവരം കൂടി അറിഞ്ഞതോടെ കുന്നുമാടി കുതിരച്ചാൽ പ്രദേശവാസികൾ കന്നുകാലികൾ, വളർത്തുനായകൾ, വീട്ടുസാധനങ്ങൾ എന്നിവ ഉൾപ്പെടെ സ്ഥലത്തു നിന്ന് മാറ്റാനുള്ള പ്രവൃത്തികൾ തുടങ്ങിയിരുന്നു. വൃദ്ധർ, കുട്ടികൾ, കിടപ്പ് രോഗികൾ ഉൾപ്പെടെയുള്ളവരെ വൈകിട്ടോടെ തന്നെ മറ്റ് സ്ഥലങ്ങളിലെ ബന്ധുവീടുകളിലേക്ക് മാറ്റുകയും ചെയ്തു. തലവടി ഗ്രാമപഞ്ചായത്ത് കൂടാതെ സമീപ പഞ്ചായത്തുകളായ മുട്ടാർ, വീയപുരം, എടത്തുവ, തകഴി എന്നിവിടങ്ങളിലെ താഴ്ന്ന പ്രദേശങ്ങൾ കഴിഞ്ഞ ദിവസം വൈകിട്ടോടെ വെള്ളത്തിൽ മുങ്ങിയിരുന്നു. റവന്യൂ വകുപ്പിന്റെ നേതൃത്വത്തിൽ സ്ഥിതിഗതി വിലയിരുത്തുന്നുണ്ടെങ്കിലും കുട്ടനാട്ടിലെ ഉൾപ്രദേശങ്ങളിൽ 100 കണക്കിന് താമസക്കാർ ആശങ്കയുടെ നടുവിലാണ് ഇപ്പോഴും. 2018 പ്രളയം മുന്നിൽ കണ്ട കുട്ടനാട്ടുകാർ മറ്റൊരു പ്രളയത്തെ ഭയാശങ്കയോടെയാണ് നോക്കിക്കാണുന്നത്. പമ്പാ നദിയിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്ന സ്ഥിതിയുണ്ട്. CDNet ന്യൂസ്, ഹരിപ്പാട്.